ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ സുരാജ് ഏട്ടന്റെ പടമായ എക്സ്ട്രാ ഡീസന്റ് ED എന്ന് പറയുന്ന പടം നമ്മൾ ആക്ച്വലി കഴിഞ്ഞ സമയം നമ്മൾ കണ്ടിരുന്നു. സോ പടം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ആമീർ പള്ളിക്കൽ എന്ന് പറയുന്ന ആളാണ്. പടം എഴുതിയേക്കുന്നത് ആഷിഫ് കക്കോടി എന്ന് പറയുന്ന ആളാണ്. സോ അപ്പോൾ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും നമ്മുടെ സുരാജ് ഏട്ടനോടാണ്. സുരാജ് ഏട്ടന്റെ അമ്മയുടെ പേരുള്ള ബാനറിലാണ് പടം പുറത്തിറങ്ങുന്നത്. പടത്തിന്റെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഗ്രേസ് ആന്റണി ഉണ്ട്, പിന്നെ സജിൻ ചെറിക്കൽ, വിനീത് തട്ടത്തിൽ, പിന്നെ നമ്മുടെ ഷാജു കെ, സുധീർ കർണവന, പിന്നെ ശ്യാം മോഹൻ, വിനയ് പ്രസാദ്, അലക്സാണ്ടർ പ്രശാന്ത്, റാഫി ഉണ്ട്, പിന്നെ നമ്മുടെ സുരാജ് ചേട്ടനുണ്ട്. സോ അങ്ങനെ ലോട്ട്സ് ഓഫ് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന പടമാണ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അടങ്ങുന്ന പടമാണ്. സോ പടം ഒരു ഡാർക്ക് ഹ്യൂമർ പടമാണ്. എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവത്തില്ല. പേരൻസിനെ ടോക്സി കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് റിവെഞ്ച് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ടുള്ള രീതിക്കുള്ളൊരു പടമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നല്ലേ ഈ പടം. എനിവേ, എന്തായാലും സുരാജ് ഏട്ടൻ്റെ ഒരു വേറിട്ടൊരു അറ്റംപ്റ്റ് ആണ് എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന പടം. എക്സ്ട്രാ ഡീസന്റ് എന്ന് പടത്തിന്റെ ടൈറ്റിലിൽ മാത്രമേ ഉള്ളൂ പേര്. ഒരു ഡീസന്റും പ്രതീക്ഷിക്കേണ്ട പടത്തിനകത്ത്. ഒരു ശകലം പോലും ഡീസന്റ് ഇല്ലാത്ത പടമാണ്. പറയുന്ന കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ല കിടുക്കൻ ഡീസന്റ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് താല്പര്യമുള്ളവർ കാണാം. പിന്നെ ഇപ്പം എല്ലായിടും മാർക്കോയുടെ ഹൗസ്ഫുൾ ഷോസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഇത് കാണാൻ വലിയ ആൾത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പോയെടുത്താനാണെങ്കിൽ തന്നെ ഒരു 10-15 പേര് അത്രയൊക്കെ ഉള്ളായിരുന്നു ഈ പടം കാണാൻ. ഇതുവരെ ഇറങ്ങിയ പടം എല്ലാം നൈസാണ്. ഇനി ഇറങ്ങാൻ പോകുന്ന പടം ഇനിയിപ്പോൾ ബാറോസ് വരാനുണ്ട്, പിന്നെ വേറെ 2-3 എന്തൊക്കെയോ പടങ്ങളോടെ വരാനുണ്ട്. സോ ഇറങ്ങുന്ന പടങ്ങളെല്ലാം കിടുവായിക്കോട്ടെ. ഈ വർഷം അങ്ങനെ നല്ല കിടിലോസ്കി ആയിട്ട് മലയാള സിനിമ അങ്ങനെ വളർന്ന് നിൽക്കട്ടെ. ഇനി വരാൻ പോകുന്നത് നല്ല കിടിലോസ്കി പടങ്ങളൊക്കെ ആവട്ടെ. സോ അപ്പോൾ എന്തായാലും പോയി കാണുക. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, എക്സ്ട്രാ ഡീസന്റ് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, ചിലർക്ക് വർക്കാവും. സോ എന്തായാലും പോയി കാണുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.